ജോയലിൻ്റെയും അമ്മൻ്റെയുടെയും വിവാഹത്തിന് മുന്നോടിയായി നടക്കുന്ന ഏറെ വിശിഷ്ടമായ ചന്തം ചാർത്ത് ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും മുകളേൽ കുടുംബത്തിൻ്റെ പേരിലും അമ്മൻ്റെയുടെ കുടുംബമായ നെടുവേലിൽ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി ഈ വലിയ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചടങ്ങിന് മുന്നോടിയായി നമ്മളിവിടെ സ്നേഹവിരുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹവിരുന്നിലേക്ക് സദയം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹവിരുന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഹാളിൻ്റെ പുറത്ത് ഭാഗത്താണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഹാളിൻ്റെ പുറത്തു പോയി സ്വാദിഷ്ടമായ ഫുഡ് നല്ല രീതിയിൽ കഴിച്ച് തൃപ്തിയോടെ കഴിക്കണമെന്ന് സദയം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമ്മൾക്ക് പുറത്തേക്ക് കടന്നുപോയി നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. താങ്ക് യു. Going out tonight changes into something red. Her mother doesn't like that kind of dress. Everything she never had, she's showing off. Driving too fast, moon is breaking through her hair. She's heading for something that she won't forget. Having no regrets is all that she really wants. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. Chasing it tonight, doubts are running round her head. He's waiting, hides behind a cigarette. Heart is beating loud and she doesn't want it to stop. Moving too fast, moon is lighting up her skin. She's falling, doesn't even know it yet. Having no regrets is all that she really wants. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. Going out tonight changes into something red. Her mother doesn't like that kind of dress. Reminds her of the missing piece of innocence she lost. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never
ഇവിടെ അല്പം വിവരിക്കാവുന്ന ഈ അവസരത്തിൽ ഞാൻ കരുതുകയാണ്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായ തോമസ് ലീഹ AD 52 ഭാരതത്തിൽ വന്നു. ക്രൈസ്തവ സമുദായത്തിന്റെ വേര് ഭാരതമാണ് ഓടിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം ഭാരതത്തിൽ നിന്ന് പോയതിനു ശേഷം ഭാരതത്തിലുണ്ടായ മത സാഹചര്യങ്ങൾ മൂലം പലരും തിരിച്ച് അവരുടെ പഴയ മതങ്ങളിലേക്ക് പോവുകയുണ്ടായി. ഈ അവസരത്തിൽ എഡാസിലെ മെത്രാപ്പൊലീത്തയ്ക്ക് ഒരു വെളിപാടുണ്ടായി. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആധ്യാത്മികത തളർന്നു പോകുന്നുവെന്ന് അദ്ദേഹം അന്നത്തെ വാണിജ്യ പ്രമുഖനായ ക്നായ് തോമയോട് ആലോചിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭാരത മണ്ണിലേക്ക് ഒരുപിടി ജ്ഞാനായ സമുദായ അംഗങ്ങളെ ജെറുസലേം, ബാഗ്ദാദ്, നിനവെ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള 7 ഗോത്രങ്ങളിൽ നിന്നുള്ള 72 കുടുംബക്കാരെ ഭാരത മണ്ണിലേക്ക് അയക്കുകയുണ്ടായി. AD 345 ഭാരതക്കരയിലെത്തിയ, കൊടുങ്ങല്ലൂർ പട്ടണത്തിലെത്തിയ, മാലിയക്കരയിലെത്തിയ ക്നായ് തോമയുടെയും ഉറഹിയിലെ യോസേഫ് മെത്രാന്റെയും നേതൃത്വത്തിലുള്ള ആ ജ്ഞാനായ സമുദായത്തിന്റെ പിന്തുടർച്ച അവകാശക്കാരാണ് ഇന്നേ ദിവസം നമ്മൾ ചന്തം ചേർക്കുന്ന നമ്മുടെ സ്വന്തം ജോയിലിന്റെ മുകളിൽ കൊടുക്കൂ. അന്ന് ഭാരത മണ്ണിൽ വന്ന് അന്നത്തെ കേരള ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ ക്നായ് തോമയുടെ ആ വൈദഗ്ധ്യം കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ചേരക്കോൻ എന്നൊരു പദവി നൽകുകയും ചെയ്തു. ചേരമാൻ പെരുമാളിന്റെ പ്രഭു എന്നാണ് ചേരക്കോന്റെ അർത്ഥം. 72 പദവികൾ, അർപ്പരയും അമ്പാരിയും ആനസവാരിയും ശംഖും വേക്ഷാമലും അടങ്ങുന്ന 72 പദവികൾ സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം വെച്ചനുഭവിക്കുവാനുള്ള അധികാരവും കൂടി ചേരമാൻ പെരുമാൾ ക്നായ് തോമയ്ക്കും സംഘത്തിനും നൽകുകയുണ്ടായി. ഇന്നേ ദിവസം ഇവിടെ ചന്തം ചാർത്തൽ ചടങ്ങ് നടക്കുന്നു. ഈ ചന്തം ചാർത്തൽ ചടങ്ങിൽ പോലും അന്നേ ദിവസം ചേരമാൻ പെരുമാൾ നൽകിയ ഒരു അധികാരം, അദ്ദേഹത്തിന് മുഖം ക്ഷൗരം ചെയ്യുവാനുള്ള അധികാരം, സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള അധികാരം, ഈ അധികാരങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന, അന്നത്തെ തനിമയും പഴമയും കാത്തു സൂക്ഷിക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ വിശ്വാസത്തിലും വിശുദ്ധിയിലുമുള്ള ഒരു ചടങ്ങാണ് ചന്തം ചാർത്തൽ ചടങ്ങ്. ഈ ചടങ്ങിലേക്ക് ഏവരെയും വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോയലിന്റെ മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായ ബെന്നി ജോസഫ്, ആൻസി ബെന്നി എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ നല്ല ഒരു കയ്യടി നമ്മൾ ഇവർക്ക് കൊടുത്തേ പറ്റൂ. കാരണം ഈ ജ്ഞാനായ മാതാപിതാക്കൾ ഇവരുടെ പൈതൃകം, ഇവരുടെ പാരമ്പര്യം കലർപ്പില്ലാതെ കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് നമ്മുടെ ഈ ജോയിലിന്റെ ചന്തം ചാർത്ത്. ഈ ജ്ഞാനായ മാതാപിതാക്കൾക്ക് നല്ല ഒരു കയ്യടിയോടുകൂടി അവരെ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുകളിൽ കുടുംബത്തിലേക്ക് വളരെ പ്രിയപ്പെട്ട അമ്മത്തെ അവർ നൽകുകയാണ്. അമ്മയുടെ മാതാപിതാക്കളെ ബഹുമാനപ്പെട്ട സിനി മാധുവിനെ മാതാപിതാക്കളെ കൂടി വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന നല്ലൊരു കൈകളിലൂടെ സ്വാഗതം ചെയ്യും. ചന്തം ചാർത്തൽ ചടങ്ങിനായുള്ള മണർക്കോലം നമ്മൾ ഈ വേദിയിൽ സജ്ജീകരിക്കുകയാണ്. ദൈവം നമ്മുടെ സമുദായത്തിൽ നൽകിയ പ്രതീക്ഷയെ ഓർമ്മിപ്പിക്കുന്ന, പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് മണർക്കോലം. മണർക്കോലം വേദിയിൽ സജ്ജമാക്കുകയാണ്. അതിനായി ഏറ്റവും ആദ്യമായി പായ ഇരിക്കുന്നതിനായി സോണിയ ഇടയാളിയിൽ ഷാരോൺ ഇരിക്കുന്ന വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ,
വിശേഷങ്ങളാണ്, രണ്ട് പാരമ്പര്യങ്ങളാണുള്ളത്. ഒന്ന്, ജ്ഞാനായ സമുദായത്തിന് ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ ഇങ്ങോട്ട് നൽകപ്പെട്ട രാജ പാരമ്പര്യം. ഇന്നത്തെ കാലത്ത് രാജാക്കന്മാർ മാത്രമേ മുഖം ക്ഷൗരം ചെയ്യാറുള്ളൂ. അതിനുള്ള അധികാരം അവർക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ. ആ ഒരു അധികാരത്തിൽ ഒന്ന് ഈ 72 പദവികൾക്കൊപ്പം ജ്ഞാനായ സമുദായത്തിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ രണ്ടാമത് ജ്ഞാനായ സമുദായത്തിലെ യുവാക്കൾ തങ്ങളുടെ കല്യാണത്തിന് തലേന്നാണ് ആദ്യമായി അവരുടെ മുഖം ക്ഷൗരം ചെയ്തിരുന്നത്. തങ്ങൾക്ക് കല്യാണ പ്രായമായി എന്ന് അവർ സമൂഹത്തോട് പറഞ്ഞിരുന്നത് അവരുടെ കല്യാണ തലേന്ന് ആ മുഖം ക്ഷൗരം ചെയ്യുന്ന ആ ഒരു ചടങ്ങോടുകൂടിയാണ്. ചന്തം ചാർത്തുക, അന്തം ചാർത്തുക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചടങ്ങിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. പായ വിരിക്കുന്നതിനായി സോണിയ ഇടയാടിയിൽ ഷാരോൺ ഇടിക്കുന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പായയ്ക്ക് മുകളിൽ പീഠം വെക്കുന്നതിനായി സീനാലാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഉയർന്ന പീഠം സിംഹാസനം എന്ന അർത്ഥത്തിലാണ് ജ്ഞാനായ സമുദായം തങ്ങളുടെ പാരമ്പര്യമായി കാത്തു സൂക്ഷിക്കുന്നത്. ഉയർന്ന പീഠം പായയ്ക്ക് മുകളിൽ വെക്കുന്നതിനായി സീനാലാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പായയ്ക്ക് മുകളിൽ വെള്ള വിരിക്കുന്നതിനായി ലെവിസ് ലയ എന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധിയുടെ അടയാളമായ വെള്ള തുണി ഈ പീഠത്തിന് മുകളിൽ വിരിക്കുന്നതിനായി ലെവിസ് ലയ എന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വെള്ള വിരിക്കുന്നതിനുള്ള അധികാരവും ജ്ഞാനായ സമുദായം ചേരമാൻ പെരുമാളിൽ നിന്ന് നേടിയെടുത്തതാണ്. കൊടകുലിറങ്ങിയ ജ്ഞാനായ സമുദായം മാലിന്യങ്ങളിലും പിന്നീട് കൊടുക്കലിലും ദേവാലയങ്ങൾ പണിയിപ്പിച്ചതുപോലും ചേരമാൻ പെരുമാളിന്റെ അനുവാദത്തോട് കൂടിയാണ്. പിന്നീട് ഇങ്ങോട്ട് ജ്ഞാനായ സമുദായം മാർത്തോമാ ശ്ലീഹ പണ്ട് ധരിച്ച വിശ്വാസ ദൈവം കൂടുതൽ പ്രോജ്വലമാക്കി ഭാരത സഭയെ കൈപിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സമൂഹവും സമുദായവുമായി തീർന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിയായ കാര്യമാണ്. വീണ്ടും വെള്ള വിരിച്ചു. അടുത്തതായി എണ്ണയും വെള്ളവും കൊണ്ടുവരുന്നതിനായി കുഞ്ഞുമോൾ കുളിക്കലിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചതം ചാർത്തുകളുള്ള എണ്ണയും വെള്ളവും വേദി സജ്ജീകരിക്കുന്നതിനായി കുഞ്ഞുമോൾ കുളിമോട്ടിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കത്തിച്ച കോലുവിളക്ക് ഈ മണകോലത്തിന്റെ ഇടതുഭാഗത്ത് സജ്ജീകരിക്കുന്നതിനായി ജിൻസി ചോദ്യത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഈശോ ജോയിലും അമാറ്റയ്ക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മാർഗദീപമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കത്തിച്ച കോലുവിളക്കുമായി ജിൻസി ചോദ്യത്ത് മണകോലത്തിൽ കത്തിച്ച കോലുവിളക്ക് ഇടത് സൈഡിലായി സജ്ജീകരിക്കുന്നു. മണകോലത്തിന്റെ അവകാശി ഇന്നത്തെ ദിവസത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം ജോയൽ ഈ മണകോലത്തിലേക്ക് തോഴിമാരുടെയും കൂട്ടുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അളിയന്മാരായ കാലത്തിക്കുറ്റിയിൽ ലാൽ, റീനു ഇടയാടി, അലക്സ് ഇടിക്കുള എന്നിവരുടെ കൈ പിടിച്ച് മണകോലത്തിലേക്ക് ആഗതനാവുകയാണ്. അപ്പനോട് അമ്മാവന്മാർ അകലാലും ബന്ധുക്കളും ധനത്തേക്ക് വേഗമൊഴി തൻപിതാക്കൾ
അടുത്തതായി ജ്ഞാനായ സമുദായത്തിന്റെ പാരമ്പര്യ പ്രാർത്ഥനാ ഗാനമാണ് വേദിയിൽ ആരംഭിക്കുന്നത്. അങ്ങയുടെ സാഹചര്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചു. പുരുഷനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവന് ഇണയും തുണയുമായി ദൈവമേ സ്ത്രീയെ മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവ് വിശ്വസിച്ച സ്വരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ദൈവമായ കർത്താവെ, വിവാഹത്തിനായിരുന്ന എന്റെ ദാസനെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നനാക്കണമേ. കർത്താവെ, നല്ല ഭർത്താവ് നല്ല പിതാവുമായി എന്റെ ദാസനെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബത്തെയും സമുദായത്തെയും സഭയെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേ സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. അങ്ങേ കൃപയെ ഓർത്ത് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ എവിടെയും അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരസ്പരം സ്തുതികൾ കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇരിക്കും, എല്ലാവരും ഇരിക്കും. ചതം ചേർത്ത് ഔദ്യോഗികമായി നൽകുകയാണ്. ജോലിനെ ചതം ചേർത്താൻ വേണ്ടിയിട്ട് പരികർമ്മി ഇതിലേക്ക് കടന്നു വരികയാണ്. നാളെ
ജോലിയിൽ ചേർത്തുവാനായി രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നതവണ സഭാനുവാദം വാങ്ങി നാണവും കാണാനും ജോലിയിലെ ചേർത്തുന്നു. ഞങ്ങളെ മനസ്സായതോ അല്ലേ? ഞങ്ങള് കുറച്ച് വടക്കുന്ന സുലഭന്മാരാണ്. ഞങ്ങളാണും നമ്മുടെ സഹായികൾ കാണാൻ നമ്മുടെ ഈ ബെന്നി ഉണ്ടല്ലോ, ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങൾ ഒത്തിരി കളിച്ച് വളർന്നവരാണ്. അപ്പം ബെന്നി പറഞ്ഞ് ഇങ്ങനെ ഒരു നമ്മുടെ ചെറുക്കൻ്റെ ചതചാത്ത പരിപാടിയൊക്കെയാണ്, ഒന്ന് വന്ന് ചെയ്തതാണ് പറഞ്ഞത്. ബെന്നി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ വെള്ളം കൊണ്ട് ചോദിക്കുമ്പോഴാണെന്നല്ല പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്, മനസ്സിൽ ചിന്തിക്കാൻ പറഞ്ഞാലോ മണ്ണ് പിന്നെ അങ്ങനെ പോയ ആളൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ജോയിലിനെ ചന്തം ചേർത്താൻ വേണ്ടിയുള്ള വന്നേ. അപ്പം ഞങ്ങളെക്കുറിച്ച് ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചനെ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പരിപാടി നടക്കൂടെന്ന് പറഞ്ഞേ. സമ്മതിക്കുമല്ലോ അല്ലേ? സമ്മതിക്കണം. ചുള്ളിയുടെ പിള്ളേരാണ് ഭയങ്കര ഉഷാറാട്ടിക്കണം. മണവാള ചേർക്കനെ ചന്ത ചാർത്തിക്കൊണ്ട് 17 പരിശീലിച്ച് മേലുള്ള മാളവരോടും സദസ്സിലിരിക്കുന്ന കാക്കവന്മാരോട് ചോദിക്കുന്നു, മുകളിലെ ഈ കൊച്ചാനാരെ ചന്ത ചാർത്തിക്കൊണ്ട് 17 പരിശീലിച്ച് മേലുള്ള മാളവരോടും സദസ്സിലിരിക്കുന്ന കാരണവന്മാരോടും സദസ്സിന്റെ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നു, കോട്ടയം രൂപതയിലെ ചുള്ളിയോട് ജ്ഞാനായ പള്ളി ഇടവകയിലെ മുകളെ ബെന്നിയുടെയും ആൻസിയുടെയും മൂത്ത മകനായ ജോയലിനെ ചന്ദൻ ചാർത്തിക്കോട്ടെ.
നമ്മളുടെ ജോയലിന്റെ ചത്തുചാട്ട ചടങ്ങ് ഇവിടെ കഴിഞ്ഞു. അടുത്തതായി നമ്മളുടെ ജോയലിനെ എണ്ണ തേപ്പിക്കുന്ന ചടങ്ങാണ് വേദി. നമ്മളുടെ നാണുവാശാനും കനാശാനും കൂടി നമ്മളുടെ ജോയലിനെ എണ്ണ തേപ്പിക്കുവാനായി 3 തവണ സഭാനുവാദം ചോദിക്കുന്നു. ജോലി സുന്ദരനായോ? ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഇനി എന്നെയും കൂടെ തേപ്പിച്ചാൽ കുളിച്ച് തരുന്നുണ്ടല്ലോ. നല്ല സുന്ദരനായിരിക്കുന്നത്. സുന്ദരനാണ് സുന്ദരനല്ലേ? മണവാള ചെറുകളെ എണ്ണ തേപ്പിച്ചോട്ടെ. അതെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് കാണാൻ നമ്മുടെ അപ്പൻ്റെ കാലം മുതൽ നമ്മുടെ കൂടെയുള്ള കാണാറുണ്ടോ? ഞങ്ങൾ കാണുന്നതിലുള്ള ആള് ബോംബെയിൽ നിന്നൊക്കെ പഠിപ്പിച്ചു വന്നതാണ്. പിന്നെ പുള്ളി കുഴപ്പമുണ്ട്, വെട്ടാൻ തുടങ്ങിയ പിന്നെ നിർത്തൂല. അതുകൊണ്ടാണ് പുള്ളിനെ നമ്മുടെ കൂടെ കൂട്ടിയാണ്. 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മണവാള ചെറുക്കൻ ജോയലിനെ എണ്ണ തേപ്പിച്ചോട്ടെ. ജോയലിന്റെ മൊത്തത്തിൽ എനിക്ക് അത് സന്തോഷം നൽകി. കാരണം അറിയാമോ, ആ തിങ്കളാഴ്ചത്തെ ദിവസത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. വേറൊന്നുമല്ല, തിങ്കളാഴ്ച ഈ മണവാളൻ വിവാഹിതനാകാൻ പോവുക. വിവാഹത്തിനാകാൻ പോകുന്ന ജോയലിന് ഞങ്ങളുടെ ശുഭന്മാരുടെ എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളവരോടും സദസ്സിലിരിക്കുന്ന കാരണവന്മാരോടും സദസ്സിന്റെ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നു, ഈ നാളെ ചോദിക്കുവാണ്, നിങ്ങളുടെ ജോയലിനെ ഒരു ഇത്തിരി എണ്ണ തേപ്പിച്ചോട്ടെ. Wow.
പൊന്നുപോലെ നോക്കുന്ന അളിയന്മാരിൽ ചേർത്ത് ഈ വളർത്തോലിൽ നിന്ന് കൊണ്ടുപോയി ശുദ്ധനാക്കി പുത്തനടുപ്പൊക്കെയിട്ട് മെഡിക്കലായി വീണ്ടും ഉച്ചപ്പാടിന് വേണ്ടി വീട്ടിലേക്ക് വരുന്ന ചടങ്ങാണ് അളിയന്മാരെ നമ്മുടെ വിനോദങ്ങളിലെ ഗാനങ്ങൾ അവരെ വളരെ സ്നേഹപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ജോലിന്റെ കരു പിടിച്ച് മണതകോലത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കുവാനായി അളിയന്മാരുടെ അളിയന്മാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തിൽ നമ്മളുടെ നാടുവിനും കണാവിനും കുടുംബാംഗങ്ങൾ പാരിതോഷികം കൊടുക്കുന്ന അതുകാരായ സമുദായ പാരമ്പര്യ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് നമ്മുടെ ഉറഞ്ഞൂരിന്റെ മുകളിൽ കുടുംബത്തിൽ നിന്നും അന്നമ്മമാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാരിതോഷികങ്ങളുമായി മുകളിൽ കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാളുമണിയും കണാറിനെയും വളരെ മനോഹരമായി ചെയ്ത പ്രിയപ്പെട്ട ലേഖനം സിനോജൻ പ്രത്യേകമായി താങ്ക് യു. അവസരത്തിൽ മുകളിൽ കുടുംബത്തിന്റെ പേരിൽ നൽകുന്ന വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. കുടുംബാംഗങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ നാളുമണി കണാറിനും പണക്കിഴി നൽകുകയാണ്. പണക്കിഴി നൽകുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അലക്സി ഞങ്ങൾ അടുത്തതായിട്ട് അവർക്കുള്ള വീണ്ടും അടുത്ത പാരിതോഷികവുമായി കടന്നു വരികയാണ്. കടാനുള്ള പാരിതോഷികം ഇവിടെ അടുത്തതായി കുടുംബത്തിലെ ഒരു ഡാൻസ് പെർഫോമൻസ് വേദിയിലുണ്ട്. അതിനൊപ്പം ഒരു ഇതായ പണിയുടെ ആവാതെ
പായ ഇരിക്കുന്നതിനായി ലെവിസ് ഡാനിയ എന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പായയ്ക്ക് മുകളിൽ പീഠം വയ്ക്കുന്നതിനായി കുഞ്ഞുമോൾ പുൽമോളിലെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രാനായ സമുദായത്തിന്റെ യഹൂദ പാരമ്പര്യം പ്രദേശങ്ങളിൽ നിന്നും 7 ഗോത്രങ്ങളിൽ നിന്നുള്ള 72 കുടുംബങ്ങൾ കേരളക്കരയിൽ ഗ്രാനായ സമുദായത്തിന്റെ പേര് പാകിയതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ ഇച്ചപ്പാട് ചടങ്ങ്. യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ വിവാഹവേളയിൽ കുട്ട എന്ന് പറയുന്നത് മേൽത്തടി വെച്ച് ഇതേപോലുള്ള ഒരു ഭക്ഷണ പാനീയം അവർക്ക് വധുവിനും വരവിനും കൊടുക്കുന്ന ചടങ്ങുണ്ട്. യഹൂദ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ഇച്ചപ്പാട്. താഴേക്ക് മുകളിൽ ഉയർന്ന പീഠം വയ്ക്കുന്നതിനെ കുഞ്ഞുമോൾ പുൽമുട്ടിലെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുമോൾ പുൽമുട്ടിൽ പീഠത്തിന് മുകളിൽ വെള്ളം വിരിക്കുന്നതിനായി സോണിയ ഷാരോൺ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെള്ളം വിരിക്കുന്നതിനായി സോണിയ ഷാരോൺ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീനാലാലിനെ ഇന്ത്യൻ കൊളാമിയെ വെള്ളം നിറച്ച ഇന്ത്യൻ കൊളാമിയുമായി സീനാലാലിനെ സ്നേഹം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൊളാമിയുമായി സീനാലാലിനെ സ്നേഹം സ്വാഗതം ചെയ്യുന്നു. കിറ്റി കോളാമി വെള്ളം നിറച്ച കിറ്റി കോളാമിയുമായി സീനാലാൽ ഭാഗവതത്തിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം കത്തിച്ച കോലവിളക്ക് വീണ്ടും പുനരുജ്ജീവിക്കുന്നതിനായിട്ട് കുഞ്ഞുമോൾ പുൽമുട്ടിൽ തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കത്തിച്ച കോലുവിളക്ക് മണകോലത്തിന്റെ ഇടതുഭാഗത്ത് സ്ഥാപിക്കുവാൻ കുഞ്ഞുമോൾ പുൽമുട്ടിൽ കത്തിച്ച കോലുവിളക്കുമായി കത്തിച്ച കോലുവിളക്കുമായി കുഞ്ഞുമോൾ പുൽമുട്ടിൽ കണ്ടതായി ഇച്ചപ്പാട് ജെസ്സി ചോദത്ത് ഇച്ചപ്പാടുമായി മണകോലത്തിലേക്ക് വരുന്നതോടുകൂടി ഇച്ചപ്പാട് കൂടി മണകോലത്തിലേക്ക് എത്തി. മണകോലം അതിന്റെ അവകാശിയെ കാത്തിരിക്കുകയാണ്.
സ്വീകരിക്കുവാനായി വേദിയിൽ വന്നിരിക്കുകയാണ്. ജോയി വളരെ സുന്ദരനാണ്. ഇപ്പോൾ ചന്ദ്രൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിസുന്ദരനായി മാറിയിരിക്കുകയാണ്. മുഖത്ത് വളരെ ഇതായിരിക്കും. ജോയിനോട് ചോദ്യ സമയത്ത് മൈക്ക് ഒന്ന് വിളിച്ചേക്കാം. ഈ സമയത്ത് അമ്മാറ്റിയോട് എന്താ പറയാൻ, എന്താ മനസ്സിൽ തോന്നുന്നത്? ഈ സമയത്ത് ജോയിനെ ചന്ദ്രനെ ചേർത്തി പ്രത്യേകമായ ദൈവാനുഗ്രഹം കിട്ടി, അഭിഷേകം കിട്ടിയിരിക്കുന്ന ഒരാളായി. അമ്മാറ്റ എവിടെ? അമ്മാറ്റ എല്ലാവർക്കും കേൾക്കണം. എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ. അമ്മയുടെ സ്ഥലത്ത് എന്താ നമ്മുടെ ജോയിനോട് പറയാനുള്ളത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, എല്ലാം പറഞ്ഞു തരുന്നല്ലോ. ഓക്കെ, നല്ലൊരു കൈ നോക്കുക, നല്ലൊരു കൈ. ഓക്കെ, കുഞ്ഞി ചാച്ചനും മോളമ്മ ചേച്ചിയുമാണ് ആദ്യമായി ഉച്ചപ്പാട് കൊടുക്കുവാനായിട്ട് വേദിയിലേക്ക് കടന്നു വരുന്നത്. ഉത്തമനായ ഗ്രാനായക്കാരനാണ് വേദിയിൽ വന്നിരിക്കുന്നത്. രണ്ടാം കൊണ്ട് അതിമനോഹരമായിട്ട് തലയിൽ കെട്ടി സഭാനുവാദം 3 തവണ ചോദിക്കുവാനായി നമ്മുടെ കുര്യൻ ചാച്ചനും മോളമാന്റെയും വേദിയിൽ വന്നിരിക്കുകയാണ്. നല്ല ഒരു കൈയടി നമുക്ക് കുര്യൻ ചാച്ചന് കൊടുക്കാം. നല്ല ഒരു കൈയടി, നല്ലൊരു കൈയടി. സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനെ ജോസ് കുട്ടി ജെമി മുകളെ കുടുംബക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഉച്ചപ്പാട് കൊടുക്കുവാനായിട്ട് എ പി ജെൻസി എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ജോലിന് അതുപോലെ നിന്ന് അടിയന്മാരും എഴുന്നേൽപ്പിച്ച് പിന്നെ ഞങ്ങൾ അടിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ മുകളിൽ കുടുംബക്കാർ ഇങ്ങനെ കാത്തിരിക്കുക ഡാൻസ് കളിപ്പിക്കാൻ ജോലിനെ മക്കളുമാരൊക്കെ വിളിക്കുന്നു എല്ലാവരെയും. We'll be right back.